സംസ്ഥാന ബജറ്റിൽ കെഎസ്ആർടിസിയെ പൂർണ്ണമായി അവഗണിച്ചുവെന്ന് പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ. ബജറ്റിൽ അനുവദിച്ച തുക കൊണ്ട് കെഎസ്ആർടിസിയിൽ ഒന്നും ചെയ്യാനാകില്ലെന്ന് ടിഡിഎഫ് സംസ്ഥാന പ്രസിഡന്റ് എം വിൻസെന്റ് പറഞ്ഞു. തൊഴിലാളികൾക്ക് ഗുണകരമായ ഒന്നും ബജറ്റില്ലായിരുന്നുവെന്ന് ബിഎംഎസ് കെഎസ്ആർടിസി സംസ്ഥാന സെക്രട്ടറി എസ് അജയകുമാറും പ്രതികരിച്ചു. കെഎസ്ആർടിസിയുടെ ആവശ്യങ്ങളനുസരിച്ചുള്ള പ്രഖ്യാപനമല്ല ബജറ്റിൽ ഉണ്ടായതെന്നാണ് ടിഡിഎഫ് വിലയിരുത്തുന്നത്. ബജറ്റിൽ പ്രഖ്യാപിച്ച 128 കോടി കൊണ്ട് ഒന്നും ചെയ്യാനാകില്ല. വരുന്ന 3 വർഷം 1000 ഡീസൽ ബസ്സെങ്കിലും കെഎസ്ആർടിസിക്ക് വാങ്ങേണ്ടതുണ്ട്. ഡീസൽ ബസ് വാങ്ങാൻ വകയിരുത്തിയ തുക കൊണ്ട് ഇത് സാധ്യമാകില്ലെന്ന് ടിഡിഎഫ് സംസ്ഥാന പ്രസിഡന്റ് എം വിൻസെന്റ് എം.എൽ.എ. UDF സർക്കാരിനേക്കാൾ കൂടുതൽ തുക LDF സർക്കാർ ചെലവാക്കിയത് കോവിഡ് വന്നതുകൊണ്ടാണെന്നും എം.എൽ.എ. 1000 ബസ് വാങ്ങണമെങ്കിൽ തന്നെ എത്ര രൂപയാവും നിങ്ങൾക്കറിയാം. അതിനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല KSRTC ധാരാളം കുടിശ്ശികകൾ ജീവനക്കാർക്ക് വച്ചിട്ടുണ്ട്. ജീവനക്കാരിൽ നിന്ന് പിടിച്ച പണം കൊടുക്കാനുണ്ട്. അതിനൊന്നും ഒരു അലോട്ട്മെൻറ്റും ഇല്ല. KSRTC ഡിപ്പോകളുടെ നവീകരണം നാമമാത്രമായ നവീകരണത്താണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു 7-8 ഡിപ്പോകളുടെ നവീകരണം പറഞ്ഞിട്ട് ഒരെണ്ണം പോലും ഇതുവരെയും നടന്നിട്ടില്ല. KSRTCയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് തൊഴിലാളികൾ ആഗ്രഹിച്ചതെന്നും പ്രഖ്യാപനങ്ങളല്ല നടപടികളാണ് വേണ്ടിയിരുന്നതെന്നും BMS വ്യക്തമാക്കി. പണിയെടുത്ത കൂലി കൃത്യമായി നൽകാൻ കഴിയുന്ന പ്രഖ്യാപനങ്ങൾ പോലും ഉണ്ടായില്ലെന്നും BMS കുറ്റപ്പെടുത്തി. പണിയെടുത്ത തൊഴിലാളിയുടെ കൂലി പോലും കൃത്യമായിട്ട് നൽകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇത്രയും അപഹാസ്യനാകുന്ന ഒരു വിഭാഗം ജീവനക്കാർ പണിയെടുക്കുന്ന ഈ സ്ഥാപനത്തിന് തികഞ്ഞ അവഗണനയാണ് ഈ ബഡ്ജറ്റിലൂടെ ഈ സർക്കാർ സമ്മാനമായി നൽകിയത്. കേരള ഗവൺമെൻറ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ KSRTCക്ക് നൽകിയ അവഗണന തികച്ചും നിരാശാജനകമാണ്. ശമ്പളവും മറ്റു കുടിശ്ശികകളും കൃത്യമായി നൽകാൻ നടപടി ഉണ്ടാകണമെന്നും യൂണിയനുകൾ ആവശ്യപ്പെട്ടു. ബജറ്റിൽ KSRTCക്ക് 128.92 കോടി രൂപയാണ് അനുവദിച്ചത്. പുതിയ BS6 ഡീസൽ ബസ്സുകൾ വാങ്ങാൻ 92 കോടിയും അനുവദിച്ചു. 24 തിരുവനന്തപുരം.